നമ്മുടെ യോഹാൻ ദാനി ജിജി 9 വയസ്സേ ഉള്ളൂ. നമ്മുടെ KACയുടെ കൂടെ കടന്നു വരുന്ന പയ്യനാണ്. നമ്മുടെ പാർട്ടിയുടെ നേതാവിന്റെ മകന് തന്നെ ആദ്യമായിട്ട് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ മെമ്പർഷിപ്പ് കൊടുക്കുന്നതാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജിജി എഴുത്തിക്കൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം പുതുപ്പള്ളി കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു കുടുംബ സംഗമം നടക്കുകയാണ്. കോട്ടയം ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കേരള കോൺഗ്രസ് മണ്ഡലം കുടുംബ സംഗമം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന.
ഇതിനകത്ത് ഒരു ഗാനമേള നടത്താനുള്ള ഗായകന്മാരുണ്ട്. അയർക്കുന്നത്തെ മണ്ഡലം പ്രസിഡന്റ് ജോസിയേട്ടൻ ഇവിടെ പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടും. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ആ ഒരു പാട്ട്, ഒരു പ്രാർത്ഥന ഗാനം ആലപിച്ച് പ്രിയപ്പെട്ട ജിജി എഴുത്തിക്കൽ നമ്മുടെ നിയോജകമണ്ഡലം സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ നമ്മുടെ സീനിയർ നേതാവ് കൂടിയായ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിലുള്ളൂ എങ്കിലും വിദേശത്ത് ആണ് ഭൂരിഭാഗവും സമയം എങ്കിൽ പോലും അദ്ദേഹം വരുന്ന സമയത്തെല്ലാം നമ്മുടെ പാർട്ടി പരിപാടി പങ്കെടുക്കുന്നു. നമ്മുടെ സജി കക്കുഴിയുടെ സഹോദരൻ കൂടിയാണ് ജോയി കക്കുഴി. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ യോഗത്തിന്, കുടുംബ സംഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. വേദിയിലിരിക്കുന്ന ഏറ്റവും ആദരണീയനായ നമ്മുടെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ചാമക്കാല സാർ, ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് സാർ, സണ്യ സാർ, മറ്റേ പ്രമുഖരായ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കേരള കോൺഗ്രസ് കുടുംബാംഗങ്ങളെ എല്ലാവർക്കും സ്നേഹവന്ദനം. ജിജിയുടെ ഈ ഭവനത്തിലെ പല തവണ ഞാൻ വന്നിട്ടുണ്ട്. ഞാനൊരു കേരള കോൺഗ്രസ് ബ്ലഡാണ് എന്റേതെങ്കിലും ഞാനൊരു സജീവ പ്രവർത്തകനായിട്ട് നിങ്ങളുടെ കൂടെ വന്നിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ കേരള കോൺഗ്രസ്, ഈ കേരള കോൺഗ്രസിനെ പോലെ ഈ ദേശത്തിന് നന്മ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വളരെ വിപുലമായ രീതിയിൽ അത് സംഘടിപ്പിച്ച് പ്രവർത്തിക്കേണ്ടതൊക്കെ ഒന്നും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വസ്തുതയാണ്. ഭവനത്തിൽ നമ്മൾ കൂടുന്നത് കുടുംബ സംഗമമായിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളെ നേടിയെടുക്കാൻ പറ്റും. വളരെ സമർത്ഥരായ നേതൃത്വമാണ് നമുക്കുള്ളത് എന്നുള്ളത് പ്രത്യേകം പ്രസ്താവിക്കുന്നത്. നമുക്ക് കേരള കോൺഗ്രസ് പല വിഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും മണിസാറിന്റെ ആ ഗ്രൂപ്പിന് ഇതുവരെ കാര്യമായ കോട്ടങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ ഫാമിലി കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിലെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജിജിയുടെ ഗാനം നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത്. ഇനി ഈ പരിപാടി ഏറ്റവും വിജയിക്കട്ടെ. അത് നമ്മുടെ നാടിന്റെ ദേശത്തിന്റെയൊക്കെയും കേരള കോൺഗ്രസിന്റെ ഒരു നന്മയ്ക്കായിട്ട് ഭവിക്കട്ടെ. നല്ല തീരുമാനങ്ങളെടുത്ത് ഒരുമയോടെ പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിക്കുന്നുണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം ഈ വീട് നമുക്ക് ഒരുക്കി തന്ന ജിജിയുടെ അമ്മ, മറ്റേ വത്സപഞ്ചായത്തിന്റെ ആന്റിയൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെല്ലാവരും കേരളത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ ജിജി എഴുത്തിക്കൽ, നമ്മുടെ പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു സാറ്, മുൻ PSC മെമ്പർ കൂടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ബേബി കൊഴുത്തുവാൻ, പ്രിയങ്കരനായ ശ്രീ ഔസേപ്പറ്റ് വാളിപ്ലാക്കൽ, നമ്മുടെ പ്രിയപ്പെട്ട ദളിത് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജു കുഞ്ഞുവേലി, പ്രിയങ്കരനായ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ
ബിജു ചക്കാല, നമ്മുടെ തൊട്ടടുത്ത അയൽവാസി ലോയേഴ്സ് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു കാണും. പുതിയ നല്ല ഒരു മിടുക്കനായ ഒരാളുടെ പടം, ചെറുപ്പക്കാരൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ബോബി മാത്യു, പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട ശ്രീ ബെന്നി വടക്കേടം, മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയങ്കരനായ ശ്രീ ജോസ് കുടകശ്ശേരി, നമ്മുടെ മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗം നമ്മുടെ വേദിയിൽ ഓഡിയൻസിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് സണ്ണി മാന്തറ, പ്രിയങ്കരനായ മുനിസിപ്പാലിറ്റിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ റെനി വള്ളികുന്നേൽ, നമ്മുടെ മറ്റൊരു പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ സെക്രട്ടറിമാര് ശ്രീ ജോസ് താഴ്ത്തുകുന്നേൽ, അതേപോലെ തന്നെ ശ്രീ ബിജു കാര്യമല ഉൾപ്പെടെ നമ്മുടെ സോജൻ സാർ അവിടെ പുറത്തിരിപ്പുണ്ട്. സോജൻ സാർ ഉൾപ്പെടെ നമ്മുടെ പാർട്ടിയുടെ പുതുപ്പള്ളി മണ്ഡലം സെക്രട്ടറി ശ്രീ ബിനു ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ പാപ്പച്ചൻ, ഈ പറഞ്ഞതുപോലെ നമുക്ക് പുതുപ്പള്ളിക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, എല്ലാവരും വിദേശത്താണ്. ചോദിച്ചാലും പാപ്പച്ചനും ഒക്കെ നമ്മുടെ ആളുകളൊക്കെ വിദേശത്ത് പോകുന്നതുകൊണ്ട് നമുക്കൊരു വലിയ പ്രശ്നമാണ്. പിന്നെ യൂത്ത് ഫ്രണ്ടിന്റെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റുണ്ട്, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്ന നമ്മുടെ പുതുപ്പള്ളി ടുഡേ ചാനലിന്റെ ഒരു നല്ല സ്വന്തമായി ഒരു ചാനൽ നടത്തുന്ന നമ്മുടെ വിനോദ്, അദ്ദേഹത്തെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു ചെറിയ മുഖപ്രസംഗത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററും നമ്മുടെ ബോർഡിന്റെ ചെയർമാൻ കൂടിയായ എല്ലാവരും കൂടിയുണ്ട്. ഔസേപ്പത്തിനുണ്ട്. അവിടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം പുതുപ്പള്ളി പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയ്ക്കും നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഞാൻ ജിജിയെ രണ്ടു വാക്ക് പറയാതെ ഒരു മീറ്റിംഗ് കടന്നു പോയാൽ ശരിയായില്ല. വിജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്നോട് ഒരാഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞു, നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും മണ്ഡലം കുടുംബ സംഗമങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പുതുപ്പള്ളി മണ്ഡലത്തിലും ഈ പരിപാടി നടപ്പിലാക്കണം എന്നോട് പറഞ്ഞു. ഞാൻ വിജിയോട് ചോദിച്ചു, നമുക്ക് ഒരു കുടുംബ സംഗമം നടത്താനുള്ള ഒരു കപ്പാസിറ്റി പുതുപ്പള്ളി മണ്ഡലത്തിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ നമുക്ക് മനോഹരമായി ഇതിനു മുമ്പ് ഇവിടെ പാപ്പച്ചനൊക്കെ ഇരിപ്പുണ്ട്. മണ്ഡലം പ്രസിഡന്റ് അശോക് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണമടഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തേണ്ടത്. പല ആളുകളും നമുക്കറിയാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സജീവമായിട്ട് നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. ഏതായാലും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ജിജി ഇവിടെ നടപ്പിലാക്കി വളരെ മനോഹരമായ രീതിയിൽ ഒരു കുടുംബ സംഗമം 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് നമുക്ക് പാലായിലോ കടത്തൂരത്തിലോ മറ്റു സ്ഥലങ്ങളിലൊന്നും നടത്തുന്ന പോലെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ല. പക്ഷെ ജിജിയെ സംബന്ധിച്ചിടത്തോളം ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി നടപ്പിലാക്കി ഞാൻ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ജിജിയുടെ അമ്മയും കുടുംബത്തെ വൈഫിനെയും അതോടൊപ്പം തന്നെ കൊച്ചിനെയും ഒക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. കാരണം അവരുടെ പിന്തുണ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റ് വലിയ ആളുകളുടെ ഒന്നും പിന്തുണ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാൻ, കാരണം എല്ലാവരും ജോലിക്ക് പോകുന്നവരും മറ്റും സ്വന്തമായി തൊഴിലെടുക്കുന്ന ആളുകളുമൊക്കെ. ഞാൻ പ്രിയപ്പെട്ട സ്നേഹിതരെ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ജിജിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഇന്നുമായിട്ട് ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അന്നിട്ട് പോലും നമുക്ക് ഇത്രയും ആളുകളെ നമുക്കിവിടെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സ്വാഗത പ്രാസംഗികൻ നമ്മുടെ രോയി കക്കുളി ചോദിച്ചാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് മാണി സാറാണ്. മാണി സാറിന്റെ വികാരം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് 53 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വെള്ളി നക്ഷത്രമായി പ്രവർത്തിച്ച KM മാണി സാർ 2019 വരെ അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയെ നയിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് എല്ലാ ഭാവങ്ങളും ശക്തിയും പകർന്നുവെങ്കിൽ നമുക്കറിയാം ആ കാലഘട്ടങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ കൃഷിക്കാരെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ച പോലെ കൃഷിക്കാർക്ക് വേണ്ടി
പാടത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരായ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി മറ്റുള്ള എല്ലാ മേഖലകളിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൃഷിക്കാർക്കൊക്കെ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നതും വരെ പറയാനുണ്ട്. കാരണം നമുക്കറിയാം, കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായി അനുവദിച്ചത് ഉൾപ്പെടെ വിവിധ പെൻഷനുകൾ അനുവദിച്ചത് KM മാണി സാറിന്റെ കാലത്താണ്. മറ്റൊരു കാര്യം കൂടി ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപുണ്ടായ ആ ബഡ്ജറ്റിൽ കർഷകർക്ക് വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം പോലും കൊടുക്കാത്ത ഒരു സംവിധാനം നമുക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് കർഷക പെൻഷൻ അനുവദിച്ച മാണി സാർ. കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി നിരവധി ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ സഹായിച്ച മാണി സാറിന്റെ ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി നമുക്ക് അതിന്റെ പിന്നിൽ അണിനിരക്കുവാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ നമുക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് നമ്മളോടൊപ്പം ഉണ്ട്. അത് മറ്റാരുമല്ല, ജോസ് കെ മാണി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം, പത്രം എടുത്തു നോക്കിയാൽ വന്യജീവി പ്രശ്നമായാലും ശരി തന്നെ, വക്കപ്പോടിന്റെ വിഷയമായാലും ശരി തന്നെ, മറ്റെല്ലാ മേഖലകളിലും തന്നെ തൊട്ടടുത്ത ദിവസം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം നമുക്കറിയാം കാലാവസ്ഥ മോശമാണ്. ഈ തൊട്ടടുത്ത ദിവസം നമുക്കറിയാം ഛത്തീസ്ഗഡില് കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം. ആ ആക്രമണത്തിന് അദ്ദേഹത്തിന്റെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ എംപിമാരും മറ്റുള്ള ആളുകളും ഒക്കെ പ്രവർത്തിച്ചുവെങ്കിൽ പോലും ഞാൻ ഓർക്കുന്നു, എന്റെ കയ്യില് ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട്. അദ്ദേഹത്തിന്റെ നമ്മുടെ ഒരു മലയാളി വക്കീല് അദ്ദേഹത്തെ അല്ലെങ്കിൽ അത് ഒരു വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് കൊടുത്തത് കൃത്യമായിട്ട് ഞാൻ കേൾക്കാനിടയായി. അവിടെ പല ആളുകളും വന്നു. പക്ഷേ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി രായും പകലും ഒന്നിച്ച് നിന്ന് അല്ലെങ്കിൽ അധ്വാനിച്ച് ഇതിനു വേണ്ടി മോചനത്തിന് വേണ്ടി പണിയെടുത്തത് ജോസ് കെ മാണിയും അവരുടെ പുറത്തിൽ വന്ന ആളുകളുമാണ് എന്ന് ഒരു ഛത്തീസ്ഗഡിലെ ഒരു മലയാളി അഡ്വക്കേറ്റ് പറയുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ അഭിമാനിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ജോസ് കെ മാണിയെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് നമ്മുടെ ജോസ് കെ മാണി മാറിയിട്ടുണ്ട് എങ്കിൽ നാളുകളിൽ യാതൊരു സംശയവുമില്ല. പലരും പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമുക്കറിയാം, മാണി സാറിനെ കഴിഞ്ഞും ഒരുപക്ഷെ ഒന്ന് മെച്ചം എന്ന് പറയുന്നതുപോലെ മാണി സാറിന് കഴിഞ്ഞും മെച്ചമാണെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ മാണി സാറിനെ പോലെ അല്ലെങ്കിൽ മാണി സാറ് ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി ശക്തമായ ഇടപെടലിലൂടെ അത് കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പാർലമെന്റിലും അതോടൊപ്പം തന്നെ മറ്റുള്ള മേഖലകളിലുമൊക്കെ നമുക്കറിയാം പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ കീഴിൽ ശ്രീ ജോസ് കെ മാണിയുടെ കീഴിൽ നമുക്ക് വന്നപ്പോൾ ഈ രാജ്യത്ത് വന്യമൃഗങ്ങൾ ഉപദ്രവകാരികളായിട്ടുള്ള വന്യമൃഗത്തെ വെടിവെച്ചു കൊല്ലണം എന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ തെരുവ് നായ്ക്കളെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. വനത്തിൽ വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്ന എന്തുകൊണ്ടാണ്? തീറ്റ തേടി ഇറങ്ങുന്ന ഈ നാട്ടിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ അവരെ വനത്തിൽ കൊണ്ടുപോയി വിടണം. ആ വനത്തിൽ കൊണ്ടുപോയി വിട്ടാൽ അവരെ അല്ലെങ്കിൽ ആ ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ വന്യമൃഗത്തിന് അല്ലെങ്കിൽ കടുവായ്ക്കായാലും പുലിക്കായാലും ശരി തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തെരുവ് നായ്ക്കൾ ഈ വഴിയെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പുറത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അതിനകത്ത് ഒരു പരിധി വരെ ആളുകളെ സഹായിക്കാനും ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും എന്ന് തന്റെ അടുത്തോടുകൂടി അതിനുവേണ്ടി വന്യജീവി ആക്രമണത്തിനെതിരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ സ്പെഷ്യൽ നിയമസഭ വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞാലുള്ള ആർജവം കാണിച്ചത് ശ്രീ ജോസ് കെ മാണി. ഞാൻ അവസാനിപ്പിക്കും, കാരണം ഞാൻ സൂചിപ്പിച്ചത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. ഏതായാലും കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് പുതുപ്പള്ളിയിൽ നമുക്കറിയാം വളരെ ശക്തമായ നിലയിൽ ഈ പാർട്ടി മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അത് പാപ്പാടി ആയാലും ശരി തന്നെ, മീനടമായാലും ശരി തന്നെ, പുതുപ്പള്ളി ആയാലും ശരി തന്നെ, വാകത്താനമായാലും ശരി തന്നെ, കൂരോപ്പുഴയായാലും ശരി തന്നെ, നമ്മുടെ അകലക്കുന്നമായാലും അതോടൊപ്പം തന്നെ അയർക്കുന്നമായാലും ശരി തന്നെ, മണർകാടായാലും ശരി തന്നെ വളരെ ശക്തമായ രീതിയിൽ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നാളുകളിൽ
ഈ പ്രസ്ഥാനത്തെ ആർക്കും തള്ളി പറയുവാൻ കഴിയുകയില്ല, നമ്മളെ മാറ്റി നിർത്താൻ കഴിയില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ ജോസ് കെ മാണിയെ കരിയേപ്പല പോലെ വലിച്ചെറിഞ്ഞ ആളുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ പിന്നിൽ പുറകെ നിൽക്കുക. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൂടെ UDF-ലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് ഓർത്തത് ഒരു കാര്യമേ ഉള്ളൂ. കാരണം അപ്പുറത്തെ മുന്നണി ഇവിടെ ചോദിച്ചാൽ സൂചിപ്പിച്ച പല ഗ്രൂപ്പുകളുണ്ട്. ഒരു ഗ്രൂപ്പിൽ പല ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു പെട്ടി ഓട്ടോയ്ക്ക് കയറ്റാനുള്ള ആളുകളുള്ള ഒരു പാർട്ടിയും വേറെ കേരള കോൺഗ്രസിനകത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയത്തിലും നമ്മൾ അതുപോലെയുള്ള സമ്മേളനം പാലായിൽ കഴിഞ്ഞ യൂത്ത് ഫ്രണ്ടിന്റെ ഒരു വലിയ സമ്മേളനം പാലായിൽ നടന്നു. എനിക്ക് സംശയം തോന്നി കേരളത്തിൽ ഇത്രയും ചെറുപ്പക്കാർ പാലായിൽ ഉണ്ടോ എന്ന് സംശയം തോന്നി. ഇത് 30-ാം തീയതി നമ്മുടെ കരുത്തുരുത്തിയിൽ വലിയ യുവജനങ്ങളുടെ പരിപാടി വെച്ചിരിക്കുക. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നമ്മുടെ പാർട്ടിയുടെ നേതാവിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് പുതുപ്പള്ളിയിലെ എല്ലാ രാഷ്ട്രീയ നമ്മുടെ പ്രവർത്തകരോട് വളരെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് പിന്നിൽ നമുക്ക് മുന്നിൽ നയിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ശക്തനായ ഒരു നേതാവുണ്ട്, പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി. അതേപോലെ തന്നെ നമ്മുടെ മന്ത്രി പ്രിയപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റനും, അതേപോലെ തന്നെ നമ്മുടെ 4 മറ്റുള്ള MLA-മാർ, മന്ത്രി ഒഴിച്ച 4 MLA-മാർ, ജയരാജ് സാറ് തൊട്ടടുത്ത വാരൂർ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ജയരാജ് സാറായാലും, നമ്മുടെ തൊട്ടടുത്ത ചങ്ങനാശ്ശേരി MLA ശ്രീ ജോ മൈക്കിളായാലും, അതുപോലെ തന്നെ പൂഞ്ഞാറിലെ നമ്മുടെ സിറാജിംഗോട്ടുകളായാലും, റാന്നിയിലെ ശ്രീ പ്രമോദ് നാരായണായാലും, ഇത്രയും മിടുക്കന്മാരായ MLA-മാർ നമ്മുടെ മണ്ഡലത്തിലേക്കൊക്കെ കടന്നു ചെന്നാൽ എത്രയോ വികസനങ്ങളാണ് നമ്മുടെ മറ്റുള്ള ആളുകളെയൊക്കെ ഇവിടെ പല MLA-മാരും ഭരണത്തെ പഠിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും പല വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. അത് തെളിയിച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് പാർട്ടി. MLA-മാര്, മന്ത്രിമാര്, അതേപോലെയുള്ള നേതാക്കന്മാര്, പ്രിയപ്പെട്ട സ്നേഹിതരെ, ഒരിക്കൽ കൂടി ഞാൻ ഈ ജിജി എഴുത്തിക്കലിനെ സ്നേഹപൂർവ്വം എല്ലാവിധ ഭാവങ്ങളും ഞാൻ അർപ്പിച്ചുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന് ഇതുപോലുള്ള പരിപാടികൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല മിടുക്കനായ ചെറുപ്പക്കാരനാണ്. സിനിമാ മേഖലകളിലും ഗായകരായിട്ടും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഇപ്പോഴത്തെ പാർട്ടി അങ്ങനെ പകടം വിട്ടുപോയി കേട്ടോ. ഇത്രയും നല്ല ജോസിയേട്ടന് ഒരു അസൂയ പോയി. കാരണം ജോസിയേട്ടന്റെ പാട്ട് അത്ര ഏൽക്കുമോ എന്നായിപ്പോ ജോസിയേട്ടന്റെ ഒരു ധാരണ. ഇടയ്ക്ക് പാടാനൊരു അവസരം തരും. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇത്തരം കലാകാരന്മാരെയും കൂടെ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ സമ്മേളനം നടത്തുമ്പോൾ ഒരു സംശയം വേണ്ട, നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ ഒരു കലാപരിപാടി ഗാനമേള നമ്മൾ നടത്തിയിരിക്കും. ഒരു സംശയം വേണ്ട. ഏതായാലും ഇത്രയും മിടുക്കന്മാർ നമുക്ക് ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജിജി എഴുത്തിയുടെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പാർട്ടി പ്രവർത്തകരെ, നേതാക്കന്മാരെ, അധ്യക്ഷ പ്രസംഗം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു രീതിയിലോട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മളെല്ലാം ഒരു കുടുംബമാണ്, കേരള കോൺഗ്രസ്. അതിനപ്പുറം എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മളൊരു സ്നേഹ കൂട്ടായ്മ എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അതിലേക്ക് വന്ന നിങ്ങൾ എല്ലാവരോടും ഉള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഇവിടെ കുറെ കാര്യപരിപാടികൾ നടത്താനുണ്ട്. അതുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുത്തു. പ്രിയങ്കരനായ അധ്യക്ഷൻ, പ്രിയമുള്ള ജിജി, ഭാരത പ്രാസംഗൻ തൊട്ട് ചമക്കാല വരെ കേരള കോൺഗ്രസ് എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. എനിക്കിതെല്ലാവർക്കും ആ ഒരു പാർട്ടി നേതാവിലുള്ള വിശ്വാസം കൊണ്ടാണ് ഈ കർക്കിടക മാസം 1-ാം തീയതി ഒരിച്ചൊരുന്ന മഴയത്ത് ഈ കുടുംബ സംഗമത്തിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതലായ ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല. തീർച്ചയായും ഒരു ആശംസ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. പുതുപ്പള്ളി നിയോജകമണ്ഡലം കേരള കോൺഗ്രസിന്റെ ശാക്തിക മേഖല എന്നൊന്നും ഞാൻ പറയല. പക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളിൽ കൃത്യമായി പങ്കെടുക്കുന്ന
പാർട്ടിയുടെ എല്ലാ കാലത്തെയും ഊർജ്ജമായ പിന്തുണ പാർട്ടിക്ക് നൽകിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പുതുപ്പള്ളി. ഞാൻ പുതുപ്പള്ളിയുടെ ആദ്യകാലത്തെ ഒരു പഞ്ചായത്ത് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ, ആ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ നിന്നിപ്പം കാഞ്ഞിരപ്പള്ളിയിലാണ്. പക്ഷെ അന്ന് പുതുപ്പള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ആയിരുന്നു പള്ളിക്കത്തോട്. PT തോമസ് തുമ്മിക്കുഞ്ഞേട്ടൻ പുതുപ്പള്ളി ജീവനം പ്രസിഡന്റായിരുന്ന ആളായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ്. അവിടെ ഒരു കൺവെൻഷൻ കഴിഞ്ഞാണ് ഞാൻ ഓസേപ്പത്തിന് വരുന്നത്. വലിയ ഒരു കൺവെൻഷനായിരുന്നു. അപ്പോൾ തീർച്ചയായും ഇവിടെ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഇവിടെ ഒരു കുടുംബ സംഗമം ഞങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും നന്ദിയും തോന്നി. തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ജിജിയുടെ കുടുംബത്തിൻ്റെ അമ്മയുടെ മകൻ്റെ എല്ലാം ആതിഥേയത്തിൽ വളരെ സുന്ദരമായി ഇവിടെ ഇത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സിനിമ പാരമ്പര്യമുള്ള ജിജിക്ക് അതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും എല്ലാം വളരെ കൃത്യമായി ചെയ്യാൻ അറിയാവുന്ന ആളാണ്. സർവോപരി അദ്ദേഹം ഒരു കലാകാരനാണെന്ന് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഉച്ചയിസരും നല്ല ഈണത്തോടു കൂടി ഒരു പാട്ട് കേട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അതിനൊന്നും ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായും ഇവിടെ നമ്മുടെ ജിജിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് യാദൃശ്യമായിട്ട് ഒന്നുമില്ല. എന്തായാലും ജിജിയുടെ നേതൃത്വത്തിൽ ഈ കുടുംബ സംഗമം ഈ ഒരു പഞ്ചായത്ത് സംഘമായി വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിനെ പ്രാർത്ഥിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ശക്തമായിട്ടുണ്ടാകുവാൻ ജിജിയുടെയും സഹപ്രവർത്തകരുടെയും പ്രവർത്തനം വലിയ മുതൽക്കൂട്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും പാർട്ടിയെ സംബന്ധിച്ച് വളരെ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യ മാധ്യമങ്ങളിലൂടെയും പുതിയ സോഷ്യൽ മീഡിയയുടെ എല്ലാം മനസ്സിലാക്കുന്നത് പാർട്ടി ചെറുമാനം വളരെ കൃത്യമായി, വളരെ കാര്യമാത്രം പ്രസക്തമായി, വളരെ കാര്യഗൗരവമായി രാഷ്ട്രീയ പ്രവർത്തനം എന്തിനാണ്, അത് എങ്ങനെ ആയിരിക്കണം ഈ സമൂഹത്തിന് ഉപയോഗപ്പെടേണ്ടത്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും, കർഷകർക്കുൾപ്പെടെ യുവജനങ്ങൾക്കുൾപ്പെടെ ആ പാർട്ടിയുടെ പ്രവർത്തനം സംഘാടനം എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ പാർലമെന്റ് രംഗത്തുള്ള പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ അസംബ്ലിയിലുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കണം, അതിൻ്റെ വികസന രംഗത്തുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് വളരെ മാതൃകാപരമായി കാണിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടി നേതാവും പാർട്ടി നേതാക്കന്മാരുമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അത് കഴിയുന്നിടത്തോളം താഴോട്ട് നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചുമതലയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. യാതൊരു സങ്കോചവുമില്ലാതെ അഭിമാനത്തോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം, സാന്നിധ്യം, പാർട്ടി നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ എത്തിച്ചാൽ അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ച ഉപകരിക്കും. അത് നമ്മൾ അല്പസമയം കണ്ടെത്തി സങ്കോചമില്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സ്വന്തക്കാർ അവരോടൊക്കെ പറഞ്ഞാൽ ഈ പാർട്ടി വളരും, യാതൊരു സംശയമില്ല. കൃത്യമായ ഒരു പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് സാധിക്കുന്നുമില്ല. ഞാൻ ദീർഘമായി കിടക്കുന്നതിന് സംഗതിവശാൽ എന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. കൂടുതലായിട്ടൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ അവസരമുണ്ടോ, ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെയും മഹനീയമായ ഈ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ ആശംസകളും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. നടത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന പ്രസാദ് പ്രിയപ്പെട്ട ശ്രീ ബേബി കൊടുത്തുവാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ജിതി സ്വാഗതം പറയുക, അധ്യക്ഷ പ്രസംഗം ജിതി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ ഒരു യോഗം നടത്തണമെങ്കിൽ ആളിനെ കണ്ടുപിടിക്കണം. ചാമക്കാല പറഞ്ഞു, ജിതി തന്നെ പറഞ്ഞു എന്റെ വീട്ടിൽ ഇതുപോലൊരു നല്ല യോഗം കൂടാവുന്നു. വന്നപ്പോഴാണ് കാണുന്നത് ജിതിയുടെ അമ്മ, കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എത്രമാത്രം താല്പര്യപൂർവ്വമാണ് ഈ കുടുംബം ഈ പാർട്ടിയെ കാണുന്നതെന്ന് നമുക്കൊക്കെ അഭിമാനപൂർവ്വം കാണാൻ സാധിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലം പുതുപ്പള്ളി. ചാമക്കാലായി സ്വാഗത പ്രാസംഗികനും ഒക്കെ പറഞ്ഞു, പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേരോട്ടമൊന്നുമുള്ള സ്ഥലമല്ല. പക്ഷെ കേരള കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്.
പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുന്നു ലോപ്പസ് സാർ സൂചിപ്പിച്ച പോലെ KM മാണി സാറുമായി ബന്ധപ്പെട്ട വളരെയേറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടന്ന എല്ലാ വികസന കാര്യങ്ങളിലും, അത് കൊച്ചിൻ മെട്രോ ആകട്ടെ, വിഴിഞ്ഞ തുറമുഖമാകട്ടെ, ചെറുകിട വൻകിട നമ്മുടെ സിവിൽ സ്റ്റേഷനുകളെല്ലാം, അതിന്റെ എല്ലാം ശില്പി മാണി സാറാണ്. അദ്ദേഹത്തിന്റെ ബഡ്ജറ്റാണ്. ആ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ കാർഷിക മേഖല, തൊഴിലാളി മേഖല, കാരുണ്യ ചികിത്സാ പദ്ധതി, ഇതൊക്കെ പ്രിയങ്കനായ ചാമക്കാരെ സൂചിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള വളരെയേറെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ വികസനങ്ങൾക്കും തുടക്കം കുറിച്ച പ്രിയങ്കനായ മാണി സാറിന്റെ പുത്രൻ ശ്രീ ജോസ് കെ മാണി MP ആണ് നമ്മുടെ പാർട്ടി നയിക്കുന്നത്. ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിക്കുക. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വേറെ രീതിയിൽ ചിലരൊക്കെ കാണാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കണം, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ പുതുപ്പള്ളിയിലൂടെ EMI-VC റോഡ് പണത് നടപ്പാക്കിയെങ്കിൽ അത് ശ്രീ ജോസ് കെ മാണി MP ആയിരുന്നപ്പോൾ അദ്ദേഹം അനുവദിച്ച ഫണ്ടുകൊണ്ടാണ്. നമ്മൾ ഓർക്കണത് പുതുപ്പള്ളി ആരെയും കുത്തകയൊന്നും അല്ല. ഇവിടെ ഒരു നഗർ റോഡ് വന്നത് നമ്മുടെ ഇന്നത്തെ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP പാർലമെന്റ് അംഗമായിരുന്ന കാലഘട്ടത്തിലാണ്. ഇന്നും അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഈ മേഖല മാത്രമല്ല, സമസ്ത മേഖലകളിലും ഇവിടെ ലോപ്പസ് സാർ സൂചിപ്പിച്ചു കഴിഞ്ഞുണ്ട്. ഇന്ന് പാർട്ടിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. കാരണം എവിടെ പോയി നിന്നാലും കേരള കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയാൻ നമുക്ക് അഭിമാനമുണ്ട്. കാരണം ഒരു മേഖല മാത്രമല്ല, എല്ലാ മേഖലകളിലും. ഏറ്റവും അവസാനം ഞാൻ ഒരു കാര്യം മാത്രം ലോപ്പസ് സാർ സൂചിപ്പിക്കാൻ മറന്നുപോയതാണ്. നമ്മളറിയാം, മുനമ്പം സമരം ഏതാണ്ട് 1 വർഷമാകാറായി. ആ മുനമ്പ സംഘം അവിടെ കേരള കോൺഗ്രസ് വലിയ പേരൊക്കെ ഒന്നുമില്ല, കുറേയൊക്കെ ആൾക്കാരുണ്ട്, കുറെ ഭാരവാഹികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, 2 ആഴ്ച മുമ്പ് ആ സമരത്തിന്റെ സംഘാടക സമിതി, ബഹുമാനപ്പെട്ട വൈദികരെ, സംഘാടകരൊക്കെ കൂടി പ്രശ്ന പരിഹാരം തേടിക്കൊണ്ട് വന്നത് വേറെ എങ്ങോട്ട് വരിക, പാലായി ശ്രീ ജോസ് കെ മാണി MP വീട്ടിലേക്കാണ് വന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് കീഴാമുട്ടിയാണെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യം വേണമെന്നുള്ളതാണ്. ഇവിടെ തെരുവുനായയുടെ പ്രശ്നമൊക്കെ പറഞ്ഞു, വന്യജീവികളുടെ ആക്രമണം പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നമുക്കറിയാം, മത്സ്യത്തൊഴിലാളി മേഖല എന്ന് വേണം എല്ലാ മേഖലകളിലും ഒതുങ്ങിയ അവസ്ഥ. ഇപ്പൊ പറഞ്ഞല്ലോ, ഇവിടെ സ്വാഗത പ്രാസംഗം ഉൾപ്പെടെ പറഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാം വെളിയിലാണ്. ശരിയാ, നല്ല ശതമാനം ആൾക്കാർ വെളിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പാലായിലെ യൂത്ത് ഫ്രണ്ടിന്റെ ഒരു വലിയ സമ്മേളനം, ഏതാണ്ട് 1800 പേര്, കൃത്യമായി തന്നെയാൽ 1400 പേര് പങ്കെടുത്തു, യുവജനങ്ങൾ പങ്കെടുത്ത ഒരു റാലി. ആ യോഗം സംഘടിപ്പിക്കാൻ വേണ്ടി പ്രിയങ്കനായ പാർട്ടി ചെയർമാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് യോഗം കൂടിയപ്പോൾ ലോപ്പസ് സാറ് ഒക്കെ ഇരിപ്പുണ്ട്, അവസരത്തിനൊക്കെ ആ യോഗത്തിനുള്ളതാണ്. അദ്ദേഹം എല്ലാവരും പറഞ്ഞു ചെറുപ്പക്കാരും നാട്ടിലില്ല എന്ന്. പക്ഷേ എല്ലാ പാർട്ടി ഭാരവാഹികളുടെ സംഘടനത്തോടെ, യൂത്ത് ഫ്രണ്ട് നേതാക്കളുടെ ഒക്കെ സംഘടനത്തോടെ സ്ത്രീക്കും വന്നതാണ്, കാര്യകാരം ഉണ്ടാകും. ആളിനെ സംഘടിപ്പിച്ചപ്പോൾ വീടുകളിലൊക്കെ ഇരുന്ന ആൾക്കാർ, നമ്മൾ കണ്ടെത്താത്ത ചെറുപ്പക്കാരെയൊക്കെ പിടിച്ചപ്പോൾ ഏതാണ്ട് 1400 കിലോ ചെറുപ്പക്കാർ, കൃത്യമായ എണ്ണം കാണുമ്പോൾ 3000 പേരുടെ ഉള്ളമുണ്ടായിരുന്നു. 1400 കിലോ ഇതുപോലെ പല ദിവസമായിരുന്നു. അത്രയും ചെറുപ്പക്കാർ നമുക്ക് വന്നു. ഇതുപോലെ എല്ലാ മേഖലകളിലും നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കണ്ടുപിടിച്ച് സംഘമാക്കിയാൽ നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. ത്രിതല പഞ്ചായത്തൊക്കെ വരാൻ പോവുക. അവിടെ വനിതകൾക്കൊക്കെ വലിയ അവസരമാണ്. ഏതാണ്ട് 55% വനിതകൾ വരും. 50% കറക്റ്റായിട്ടുമുണ്ട്. ബാക്കി കുറേയൊക്കെ വരും. പുരുഷന്മാർക്ക് അവിടെ അത്രയും സ്ഥാനം ഉണ്ടാവുമോ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇതിനൊക്കെ നമ്മുടെ പാർട്ടി ശക്തമാകണം. അതിനൊക്കെ വേണ്ടത് വാർഡ് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ഒക്കെ. ഏതായാലും ഇതുപോലൊരു വലിയ യജ്ഞത്തിന് തയ്യാറായി നിങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട്, എല്ലാ ഈശ്വരനും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി 2 വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കൂടിച്ചേരലിന് എല്ലാ ആശംസകളും ഒപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ജിജിയുടെ നല്ല ഒരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ആരംഭിച്ച ഈ മീറ്റിങ്ങിന്, ഈ കൂടിച്ചേരലിന് എല്ലാ ആശംസകളും നൽകുന്നു. ഞാൻ സ്വാഗത പ്രസംഗം ഇവിടെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ കഴിഞ്ഞില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കേരള കോൺഗ്രസിലൂടെയാണ് നാടിന്റെ വികസനം
ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. വസ്തുത്തിൽ എത്രയോ ശരിയാണ്. പാർട്ടിയുടെ മെമ്പർമാർ മാണി സാർ ഉൾപ്പെടെ പാർട്ടിയുടെ ജനപ്രതിനിധികളായി പ്രവർത്തിച്ച കാലഘട്ടത്തിലാണ് നമുക്ക് വികസനമൊക്കെ ഈ മേഖലയിൽ എത്തിക്കുവാൻ കഴിയുന്നത്. അത് വികസന പ്രവർത്തനത്തിൽ മാത്രമല്ല, സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന മുഴുവൻ വിഷയങ്ങളിൽ ഞാനത് എണ്ണി പറയുന്നില്ല. ഇവിടെ പലരും പ്രതിപാദിക്കുകയുണ്ടായി. അത് കർഷകരുടെ പ്രശ്നമാകട്ടെ, കർഷക തൊഴിലാളികളുടെ പ്രശ്നമാകട്ടെ, പട്ടയത്തിന്റെ പ്രശ്നമാകട്ടെ, ഭൂപതിവ് ചട്ട ഭേദഗതിയുടെ വിഷയമാകട്ടെ, അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ, കടലാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന പീഡനങ്ങളുടെ പരമ്പരകൾക്കെതിരെയാകട്ടെ, ഒക്കെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന മുഴുവൻ പ്രശ്നങ്ങളോടും അങ്ങേയറ്റം ക്രിയാത്മകമായി, അങ്ങേയറ്റം സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ സമൂഹമൊക്കെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിൽ പുതുപ്പള്ളി ഉൾപ്പെടെ, പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലും പുതുപ്പള്ളി മണ്ഡലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമുക്ക് വികസന കാര്യത്തിൽ വളരെയേറെ ഇനിയും ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് നമ്മുടെ ഈ കൂട്ടായ്മ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ ജനപ്രതിനിധികൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വമുള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ നമ്മുടെ ഈ പ്രദേശത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ, അല്ലെങ്കിൽ അവരെ നമ്മൾ തിരഞ്ഞെടുത്താൽ, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ ഈ നാടിന്റെ വികസനം, നമ്മുടെ ഈ നാടിന്റെയൊക്കെ സർവ്വതോന്മുഖമായ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുവാൻ കഴിയുന്ന നല്ല നേതൃനിര നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ജിജിയിൽ കാണുന്നത്. ജിജിയുടെ സംസാരവും ജിജിയുടെ പ്രവൃത്തിയും ഒക്കെ ഞാൻ അതിൽ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നല്ല ചെറുപ്പക്കാർ, നല്ല ആത്മാർത്ഥതയുള്ള, പാർട്ടിയോട് പൂർവ്വം സ്നേഹവുമുള്ള നല്ല ആൾക്കാര് നമ്മുടെ ഇവിടെ നിന്ന് ജനപ്രതിനിധികളായിട്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ നേതൃസ്ഥാനത്തേക്കൊക്കെ കടന്നു വരണം. അതിനുള്ള പ്രോത്സാഹനം നമുക്കുണ്ടാകണം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ കൂടുതൽ ജനപ്രതിനിധികൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ ഉണ്ടാകട്ടെ. അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഈ നല്ല കൂടിച്ചേരൽ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പ്രസംഗിക്കാൻ നിർത്തുകയല്ല. ഈ രാജു കൊഴുവയിൽ ഇവിടെ ഇരിപ്പുണ്ട്. ദളിത് ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞാനിത് പറയാനുള്ള കാരണം, ദളിത് ഫ്രണ്ടിന്റെ സംസ്ഥാന സമ്മേളനമാണ് അടുത്ത ഞായറാഴ്ച, നാളെയല്ല. കരുത്തൂരിൽ ആദ്യമായിട്ടാണ് ദളിത് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദളിത് സഹോദരന്മാരെ കൂടി ഉണ്ട്, കുറെ പേരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിലൊക്കെ, പുതുപ്പള്ളിലൊക്കെ ഉണ്ട്. കുറെ ആൾക്കാർ വരുമെന്നും അറിയാം. പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് കുറെ ആൾക്കാരെ കണ്ടെത്തി ചാമക്കാലായും വടക്കേടും ഒക്കെ ശ്രമിച്ചെങ്കിലും ഒരു കൂടുതൽ നടക്കുള്ളൂ. രാജ്യവിനെ സഹായിക്കണം. നിങ്ങളെ എല്ലാ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുക. നമുക്ക് പരിപാടി നീട്ടുന്നില്ല. ഒന്നോ രണ്ടോ പേരും കൂടെ ആശംസയുള്ളത്. അതിനു മുമ്പ് ലോപ്പ സാറിന് പോകേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ പുതുപ്പള്ളിയുടെ അഭിമാനം വിനോദ് PG, അദ്ദേഹം പുതുപ്പള്ളി ടുഡേ ചാനലിന്റെ ഉടമയാണ്. വിദേശ രാജ്യത്തുമൊക്കെ വളരെ ഭംഗിയായിട്ട് എന്റെ പ്രവർത്തനം നടക്കുന്നു. വിജി പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിന് ശേഷം മെമ്പർഷിപ്പ് ഉണ്ട്, അത് പോയി കഴിഞ്ഞാലും നമുക്ക് കൊടുക്കാം. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക്, സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ജില്ലാ പ്രസിഡന്റിനും OBCR സെക്രട്ടറിക്കും അത്യാവശ്യമായി പാലായി പോകേണ്ടതുണ്ട്. അവരെ പോവുകയാണ്. നമ്മുടെ യോഗം തുടരും. ഒരാളോ ഒന്നോ രണ്ടോ പേരും കൂടെ സംസാരിക്കുള്ളൂ. അതിനുശേഷം നമ്മുടെ സഭ തന്നെ കൃതജ്ഞതയ്ക്ക് മുമ്പ് ഞങ്ങളുടെ മണ്ഡലം സീനിയർ നേതാവ് കൂടിയായ ജോസിയേട്ടന്റെ ഒരു ഗാനം കൂടിയുണ്ട്. അതിനുശേഷമേ പോലെ ഞാൻ അടുത്തായിട്ട് ആശംസ പ്രസംഗത്തിന് ശ്രീ ശ്രീകാരിനെ ശ്രദ്ധിച്ചു കൊടുത്തു. ശ്രീകാര്യ
അവയൊക്കെ പുറത്തായതുകൊണ്ട് രണ്ടു വാക്ക് നമ്മുടെ പുതിയ ശ്രീചാരികാരം വന്നു. അതിനകത്തും ആശംസിക്കുന്നു. ഇവിടെ ലോക്സാർ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇത്ര മനോഹരമായ ഈ ഒരു സമ്മേളനത്തിൽ എനിക്ക് തോന്നുക പ്രിയപ്പെട്ട ജിജിയോടുള്ള എല്ലാവരുടെയും വലിയ താല്പര്യമാണ് ഇത്രയധികം നേതാക്കൾ ഈ യോഗത്തിലെത്തിയത് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുക. വളരെ മനോഹരമായിട്ട് ഞാൻ ഇന്ന് ഓർമ്മ കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ വലിയ ഒരു സമ്മേളനത്തില് ഇവിടെ പങ്കെടുക്കാനായിട്ട് ജിജിയുടെ ഈ ഭവനത്തിൽ വന്നപ്പോൾ അന്നും അമ്മയും ഭാര്യയും ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുകയും ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഊറ്റമായ ഒരു പിന്തുണ പ്രിയപ്പെട്ട ജിജിക്ക് നൽകുകയും ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം. ഇവിടെ ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. എല്ലാവരും വളരെ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ പാർട്ടി സജീവമായി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട യൂത്ത് ഫ്രണ്ടിന്റെ നിയമ പ്രസിഡന്റ് റെഡി ഉൾപ്പെടെ എല്ലാവരും ഇവിടെയുണ്ട്. യൂത്ത് ഫ്രണ്ടിന്റെയും സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ലോയേഴ്സ് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റായി ജില്ലാ പ്രസിഡന്റായിട്ട് തന്നെ പ്രിയപ്പെട്ട ജോബിചേട്ടന് എല്ലാവിധമായ ആശംസകളും നേരുന്നതിനുകൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് യൂത്ത് ഫ്രണ്ടിന്റെ സമ്മേളനം അടുത്ത ഞായറാഴ്ച കോട്ടയത്ത് നമുക്ക് വലിയൊരു സംഭവമാക്കി മാറ്റുവാനുള്ള എല്ലാ സഹകരണവും പിന്തുണയും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചേർന്ന മുഴുവൻ ആളുകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ അവിടെ സൂചിപ്പിച്ചു. നമ്മുടെ പാർട്ടിയുടെ ഒരു അഭിമാനമായി കഴിഞ്ഞ ദിവസം പത്രത്തിലൂടെയൊക്കെ വാർത്ത വന്നു. എല്ലാവരും പ്രസംഗിക്കുന്നില്ല. നമ്മുടെ ടോബി മാത്യു നമ്മുടെ ലോയേഴ്സ് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. നമ്മുടെ അയൽവാസി കൂടിയാണ്. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നത്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്റെ സുഹൃത്തുക്കളും കുടുംബസംഗമം ഇന്ന് ഇവിടെ നടത്തുന്നുവെന്ന് ജിജി വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് വരണം എന്ന് ആഗ്രഹിച്ചത്. നേരത്തെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മീനടത്ത് നിന്നും പുതുപ്പള്ളിയിലേക്കും പുതുപ്പള്ളിയിൽ നിന്ന് ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ടും വന്ന് കമ്മിറ്റികളും മറ്റു പരിപാടികളും വിജയിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിനു മുമ്പ് ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് അരികിലെ ജോസിയേട്ടനും തങ്കക്കുട്ടൻ സാറും ഒക്കെ ഇവിടുത്തെ പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ അമരക്കാരായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഇവിടെ നടക്കുന്ന കമ്മിറ്റികളിൽ ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. ഇതിനടുത്ത് നിന്ന് ഈയിടെ മരിച്ചുപോയി വർഗീസ് സാറും മാത്തൻ സാറും അങ്ങനെയുള്ള ആൾക്കാരും ഞങ്ങളൊക്കെ കൂടി ഇവിടെ വരുമായിരുന്നു. മണ്ഡലം കമ്മിറ്റി വന്ന് ഞങ്ങൾ കൂടെ കൂടിയാണ് മണ്ഡലം കമ്മിറ്റി നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇവിടെ നിന്ന് മീനടത്തേക്ക് വരുമായിരുന്നു. അത് 20-22 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാനിസാറ് വന്ന് ഒരു വലിയ കുടുംബസംഗമം കൊച്ചിയിലെ മോഹൻചേട്ടന്റെ വീട്ടിൽ നടന്നത് ഇപ്പോഴും ഓർക്കുന്നു. ഒരുപാട് ആളുകൾ അന്ന് പങ്കെടുത്തു. ഈ കുടുംബസംഗമങ്ങൾ എന്ന് പറയുന്നത് തലമുറകൾ തമ്മിലുള്ള ഒരു അനുഭവ സമ്പത്തിന്റെ കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്. ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു, അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ഒരു വേദി കൂടിയാണ്. അതുപോലെ തന്നെ ആ സ്നേഹവും ബന്ധവും ഒന്നുകൂടി അതിന്റെ അടിവരയിൽ ഉറപ്പിക്കുക. അതാണ് കുടുംബസംഗമം നടക്കുന്നത്. 1964 രൂപം കൊണ്ട കേരള കോൺഗ്രസ് പാർട്ടി 65-ൽ 26 സീറ്റ് ജയിച്ച ഒരു പാർട്ടി. ആ പാർട്ടിയുടെ വേരുകൾ ഇവിടെയുണ്ട്. അന്ന് 26 സീറ്റിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ 26 സീറ്റിൽ ജയിക്കുന്നതിനുള്ള അത്രയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾ അവരുടെ സന്തതി പരമ്പരകൾ ഈ മണ്ണിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മളെടുക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മജോറിറ്റിയുടെ വിഷയങ്ങളാണ്. പട്ടയ വിതരണത്തിലെ ആയിക്കോട്ടെ, വന്യജീവി പ്രശ്നങ്ങളായിക്കോട്ടെ, കർഷകരുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാം ഭൂരിഭാഗത്തിനെ അഫക്ട് ചെയ്യുന്ന ബാധിക്കുന്ന വിഷയങ്ങളാണ് കേരള കോൺഗ്രസ് പാർട്ടി രൂപം കണ്ട കാലം മുതൽ എടുത്തിരിക്കുന്നത്, ഇന്നും എടുത്തു പോരുന്നത്. അതുകൊണ്ട് നമ്മളെടുക്കുന്ന വിഷയങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ ഈ പ്രസ്ഥാനത്തിന് വൻ വളർച്ച ഈ മണ്ണിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അതിന് ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ ഒക്കെ വഴിയാകട്ടെ എന്നും ഈ കോരിച്ചൊരിയുന്നവരെ മഴയത്തും ഇതുപോലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ ധൈര്യം കാണിക്കുക രുചിക്കും ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ പെട്ടെന്ന് തീർക്കുകയാണ്. നമുക്ക് ഇത് കഴിയുമ്പോൾ നമ്മള് നല്ലൊരു നല്ല രുചിയുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. ഭക്ഷണം കൂടെ കുടുംബസംഗമം എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ, അത് കഴിച്ചിട്ടേ പോകാവുള്ളൂ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ. അടുത്തതിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ബെന്നി വടക്കണം.
യോഗാധ്യക്ഷൻ, നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ, പ്രമുഖ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരെ, പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രസംഗത്തിലാരും പറഞ്ഞു. ഇതിന് ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർമ്മയിലേക്ക് എന്റെ മനസ്സ് പോയിരുന്നു. ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ജോയിച്ചാൻ സ്വാഗതം പറഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 10-30 വർഷം മുമ്പ് ഒരു കേരള യാത്ര പുതുപ്പള്ളിയിൽ വന്നപ്പോൾ ആ പുതുപ്പള്ളിയെ ആവേശത്തോടെ സ്വീകരിച്ച കൊച്ചാപ്പിച്ചേട്ടന്റെ കാര്യം ഓർമ്മ വന്നു. കൊച്ചാപ്പിച്ചേട്ടന്റെ ഓർമ്മ മനസ്സിൽ വന്നു പോയാലും വളരെ ആവേശത്തോടുകൂടി മാനസാറിനെ സ്വീകരിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറ്റിയ ഒരു സീനിലേക്ക് കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇതുപോലെ നമുക്ക് ഈ പുതുപ്പള്ളിയിൽ ഒത്തിരി സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്, ഒരു നിയോജക മണ്ഡലമാണ്. ഇതുപോലുള്ള കുടുംബസംഗമം, ഈ കുടുംബസംഗമം നമുക്കൊരു നല്ലൊരു തുടക്കമായിട്ട്, അത് ജിജിയുടെ ബുദ്ധിയിൽ നിന്ന് വന്ന ഒരു കുടുംബസംഗമമാണ്. എല്ലാ വേദിയിലും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നയാളാണ് ജിജി. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ട് മാത്രമല്ല ഇതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. അതുപോലെ നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇനി 2 മാസം കൂടി കഷ്ടിച്ചേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പുതുപ്പള്ളിയിൽ നിരവധി മെമ്പർമാരുണ്ടാകുവാനായിട്ട്, പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിനും പുതുപ്പള്ളി മണ്ഡലത്തിന് വേണ്ട നിരവധി പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ, പഞ്ചായത്തിൽ നിന്നുള്ള പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സാധിക്കും. ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം ആകുന്നു. 5 വർഷം മുമ്പ് UDF നിന്ന് പുറത്താക്കപ്പെട്ട, അപ്പൊ നമുക്കറിയാം, പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി എന്ന് പറഞ്ഞ പോലെ ഒരു ചൊല്ലുണ്ടല്ലോ. പണിക്കാരും അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഘടകകക്ഷിയിൽപ്പെട്ട ആൾക്കാര് പണിത് ഒരു സ്ഥാനാർത്ഥിത്വം തന്നാൽ ഒരു റിബലിനെ കൊണ്ട് വെക്കുക, റിബലിനെ വെച്ച് നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കണം, അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ പണി എന്ന് പറയുന്നത്. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ല ഇന്നിപ്പം ജോസ് കെ മാണിക്ക് വേണ്ടി, നമ്മുടെ ചെയർമാന് വേണ്ടി ഇവര് കൈ നീട്ടി നിൽക്കുന്ന, നമുക്കറിയാം പത്രമാധ്യമങ്ങളെല്ലാം നമ്മൾ കാണുന്നു. UDF-ലേക്ക് കിടന്നു തുടങ്ങി, UDF-ലേക്ക് കിടന്നു തുടങ്ങും. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം ഭയങ്കര മുന്നേറ്റം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഭയങ്കര ആവേശം, നമുക്കറിയാം നിലമ്പൂരൊക്കെ ജയിച്ചപ്പോഴത്തേക്കും ഇനി ആരും വേണ്ടെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഒരു സംശയം, അത് അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയെന്നൊരു സംശയം വന്നതുകൊണ്ട് അവൻ ജോസ് കെ മാണി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ഇല്ലെങ്കിൽ ഇന്നൊരു ഭരണം കൈവരിക്കുവാൻ സാധിക്കുക എന്നുള്ള ബോധ്യം അവർക്കുണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്താവനകളിലൂടെ എല്ലാം പറയുന്നു. ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവന്നു മാത്രം. ഏതായാലും നല്ലൊരു കുടുംബസംഗമം ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ പുതുപ്പള്ളിയുടെ അമരക്കാർ, നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ, നമ്മുടെ പാർട്ടിയുടെ നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയായ, ഗായകൻ കൂടിയായ, നല്ല സംഘാടകൻ, എന്റെ ഒപ്പം ഉണ്ടായിരുന്നു, മികച്ച സംഘാടകൻ കൂടിയായ നമ്മുടെ ജിജി എരിക്കലിന്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തായിട്ട് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജനറൽ ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി രാജു കൊണ്ടുവേണ്ടി. യോഗത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ജിജി എരുത്തിക്കാട്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാരെ, ഞാൻ കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ആവശ്യക്കളിച്ച ക്രിസ്ത്യൻ കോർപ്പറേഷൻ ബോർഡ് മെമ്പറുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾ പോലെ ക്രിസ്ത്യൻ ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കണമെന്ന് രാജ്യസഭയിലും പാർലമെന്റിലും നമ്മുടെ MP-മാര് പറഞ്ഞതാണ്. ജോസ് കെ മാണിയും ശ്രീ തോമസ് ചാഴികാടനും പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. ദളിത് ഫ്രണ്ടിന്റെ ആദ്യമായ ഒരു സംസ്ഥാന സമ്മേളനമാണ് ആഗസ്റ്റ് 24-ന് കോട്ടയത്ത് വെച്ച് നടക്കുന്ന ഒരു സമ്മേളനം. ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സംബന്ധിച്ച് മുഴുവൻ നിയോജക മണ്ഡലത്തിലും ഒരു മാസക്കാലമായുള്ള പ്രവർത്തനമാണ്. അത് കേരള കോൺഗ്രസിലേക്ക് വരുന്ന ജനങ്ങൾക്ക് ഒരു ആവേശമായി മാറും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ പിന്തുണയും പ്രവർത്തനവും ദളിത് ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. അതോടൊപ്പം കേരള കോൺഗ്രസിന് ശക്തിയായി മാറുവാൻ നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ 2 പേരുണ്ട്. നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബിജു ചെങ്ങാല, അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് കുറുകശ്ശേരി. ഇവർ 2 പേരും പ്രസംഗിക്കുന്നതിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നല്ല പ്രാസംഗികരാണ്. പക്ഷേ നമ്മുടെ യൂത്ത് ഫ്രണ്ടിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് റെനി വള്ളികുന്നൻ 2 വാക്ക് സംസാരിക്കുന്നു. ഇന്നുമുള്ള
യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ചേട്ടനെ, അതുപോലെ വേദിയിലും സദസ്സംഘിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് നമ്മൾ ചാമക്കാലായി എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ പുതുപ്പള്ളിയുടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി ഒരു കുടുംബസംഗമം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ജിചേട്ടനെ അഭിനന്ദിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം എത്രയോ തവണ എന്നെ വിളിച്ചു അവിടെ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിക്കണം, റെഡി എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ സജീവമായിട്ട് ഈ പരിപാടി ഒരു അറേഞ്ച് ചെയ്യുവാനും അത് എല്ലാവരിലേക്കും എത്തിക്കുവാനും ഇവിടെ വന്നപ്പോൾ ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ദീപാലങ്കാരങ്ങൾ കൊണ്ടും കൊടികൾ കൊണ്ടും ഒരു വലിയ സമ്മേളന നഗരിയിൽ നടക്കുന്ന പാലായിലും കടുത്തുരുത്തിയിലും ഒക്കെ നടക്കുന്ന പരിപാടിയും ആളുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും വളരെ മനോഹരമായി അദ്ദേഹത്തെ കൊണ്ട് ആകുന്ന രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചതിൽ പുതുപ്പള്ളിയിലെ കേരള കോൺഗ്രസുകാർക്ക് അഭിമാനിക്കാം. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ചേട്ടനെ അഭിനന്ദിക്കുന്നു. അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കേരള യൂത്ത് ഫ്രണ്ടിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പാലായിലും കടുത്തുരുത്തിയിലും ഒക്കെ സംഘടിപ്പിച്ച പോലെ ഒരു ചെറിയ യൂത്ത് ഫ്രണ്ടിന്റെ നല്ലൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ ഈ പുതുപ്പള്ളിയിലെ ആളുകൾ, നമ്മുടെ ഭവനങ്ങളിലുള്ള യുവാക്കളെ 42 വയസ്സ് വരെയുള്ള 15 വയസ്സിന് മുകളിലുള്ള ആരെയും യൂത്ത് ഫ്രണ്ടിന്റെ പുതിയ ബൈലോ പ്രകാരം നമുക്ക് ചേർക്കുവാൻ സാധിക്കുകയാണ്. അപ്പൊ ഇവർക്കെല്ലാം യൂത്ത് ഫ്രണ്ടിലേക്ക് കടന്നു വരാനും അതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയോട് സജീവമായി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം വരും. നമ്മുടെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ എബിന്റെ നേതൃത്വത്തിൽ ഒരു പരിധിവരെ ശക്തമായിട്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ പുതുപ്പള്ളിയിൽ മുന്നോട്ട് പോകുന്നതിൽ എബിനെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിന്ദുചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ചേട്ടന്റെ ഈ എഫേർട്ടുകൾക്കെല്ലാം ഒരു പ്രതിഫലം കിട്ടത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ നമുക്ക് ഇവിടുന്ന് ഒരു പഞ്ചായത്തിലേക്ക് നമുക്ക് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുന്നത് അത്യാവശ്യമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു അംഗീകാരം ലഭിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുടുംബ സംഗമം സംഘടിപ്പിച്ച എല്ലാവർക്കും ഭാവുകളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പറയുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ പഴയകാല നേതാക്കന്മാരിൽ നമ്മുടെ പാർട്ടിയുടെ പഴയ MLA ജോസഫ് സാറിന്റെ മരുമകൻ കൂടിയായ ജോസ് കൊറ്റത്തിനെ സ്നേഹപൂർവ്വം ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കലാകാരന്മാരെയും അതേ ഈ വേദിയിൽ കൊണ്ടുവരും. ഒരു സംശയം വേണ്ട. ഇനി ആർക്കെങ്കിലും പാടണം തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും പാടണം തോന്നുന്നുണ്ടോ? നല്ല ഭംഗിയായ പാട്ടുകളാണ്. ഏതായാലും നമ്മുടെ പരിപാടി
എനിക്ക് അല്ല അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ പുള്ളി പള്ളിയിലെ ഒരു സ്ഥിരം പാട്ടുകാരനും കൂടെയാണ് കേട്ടോ. നമ്മുടെ ബന്ധി ഒരു പാട്ട് പാടുന്നു. കരകവിഞ്ഞൊഴുകും കരുടയ കരകൾ ഭൂമിയിലാരുടേത് ആകുലമാലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത് കരുകവിഞ്ഞൊഴുകും കരുടയത്തരങ്ങൾ ഭൂമിയിലാരുടേത് ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത് എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത് എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത് ജീവനേത് എൻ മനമേ നീ പറയൂ നിന്റെ ജീവന്റെ ജീവനേത് യോഗ നടപടികൾ അവസാനിക്കുകയാണ്. അതിനുവേണ്ടി നന്ദി പറയുന്നതിന് വേണ്ടി യൂത്ത് ഫ്രണ്ടിന്റെ മണ്ഡലം പ്രസിഡന്റ് ദീപനെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ അധ്യക്ഷൻ രണ്ടു വാക്കുകൂടെ പറയുന്നുണ്ട്. പറഞ്ഞതിന് ശേഷം നന്ദി പറയുന്നു. ഞാന് വളരെയധികം സന്തോഷത്തിലാണ്. സന്തോഷം കൊണ്ട് കരച്ചിൽ കാര്യം ഒത്തിരി ബുദ്ധിമുട്ടി. 5 ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഊണുമില്ല ഉറക്കവുമില്ല എന്ന് വേണം പറയാം. ഇന്നാണേലും വളരെയധികം രാവിലെ ഇന്നലെ മുണ്ടക്കയത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. വെളുപ്പിനെ വന്നത്. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ താഴെ ഉറങ്ങിയുള്ളൂ. ഉറങ്ങിയിട്ട് രാവിലെ ഇറങ്ങിയതാണ്. വളരെയധികം കഷ്ടപ്പെട്ടെങ്കിലും അതിന്റെ ഒരു ഫലം കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. നിങ്ങളെല്ലാം പ്രോത്സാഹനം കാണുമ്പോഴും ഒക്കെ വളരെയധികം സന്തോഷം. ദൈവം ഞാൻ രാവിലെ തൊട്ട് മഴയായിരുന്നു. അപ്പോ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒത്തിരി പേരോട് പറഞ്ഞു മഴ മാറണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും വൈകുന്നേരമായപ്പോഴത്തേനും മഴ ശമിച്ചു. ഇപ്പം പരിപാടി നടന്നപ്പം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം ദൈവം ഉണ്ടാക്കി തന്നതിൽ അദ്ദേഹത്തോട് ദൈവത്തോട് വളരെയധികം നന്ദി പറയുന്നു. അതുകൂടാതെ നമ്മുടെ പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഇവിടെ എത്തിച്ചേരുന്നു. എല്ലാവരോടും ഉള്ള പ്രത്യേകമായ നന്ദി വിനീതമായി ഞാൻ അറിയിക്കുന്നു. അതുകൂടാതെ എനിക്ക് 2-3 വ്യക്തികളെ 3 ഞാൻ പറഞ്ഞൊരു കുറിപ്പ്. ആദ്യമായിട്ട് എന്റെ തോമസ് കുട്ടിച്ചാൻ സംക്രാന്തി അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ്. ഓക്കെ, ഇതാണ് തോമസ് കുട്ടിച്ചാൻ സംക്രാന്തി. അദ്ദേഹം ഒരു കലാകാരനാണ്, മ്യൂസിക് പ്ലെയർ ആണ്, പാട്ടുകാരനാണ്, ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡ്യൂസറാണ്. സഹോദരി എന്റെ ഏറ്റവും അടുത്ത എന്റെ സഹോദരനാണ്, കൂട്ടുകാരനാണ്. ഞങ്ങള് വളരെയധികം എന്നെ ഫിലിം ഫീൽഡിലൊക്കെ ഒത്തിരി സഹായിക്കുകയും എന്നെ പാട്ട് പാടുന്നതിലൊക്കെ ബാലപാഠങ്ങൾ ഞാൻ പാട്ട് പാടാൻ പഠിച്ചിട്ടുള്ള ആളല്ല. ഞാൻ സ്വന്തമായിട്ട് ഇത് ആർജിച്ചു വന്നതാണ്. എനിക്ക് വേണ്ടി ബാലപാഠങ്ങൾ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും എന്റെ ഓരോ വീഡിയോ കാണുമ്പോഴും അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അദ്ദേഹം ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം, തോമസിച്ച സന്തോഷം. ഓക്കെ, പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് എന്റെ ഷായിച്ചനാണ്. കണിയാറുമ്പിലെ ഈ ഷായിച്ചന്റെ വൈഫ് ശോശമ്മ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തില് കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധിച്ച് മത്സരിച്ച് ജയിച്ച് 5 വർഷക്കാലം നല്ല രീതിയിലുള്ള ഒരു മെമ്പർ എന്നുള്ള ഖ്യാതി നേടിയിട്ടുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം.
അതിനെല്ലാം പുറകിൽ ശോശമാമ അത് നേടുമ്പോൾ അതിനെ ആ ശോശമാമ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഷായിച്ചനാണ് കൂടെ പോകുന്നതും വരുന്നതും കൊണ്ടുപോകുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ആ ഒരു കുടുംബത്തിന്റെ സ്നേഹം എനിക്ക് ഒത്തിരി, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കേരള മനസ്സിലെ ഊട്ടി ഉറപ്പിച്ചത്, എന്റെ മനസ്സിലോട്ട് ഊട്ടി ഉറപ്പിക്കാൻ വന്നത് ആദ്യം സജി കക്കോടി, കൊച്ചാപ്പിച്ചായന്റെ മോൻ, കൊച്ചാപ്പിച്ചായനുണ്ട്, പിന്നെ അച്ചായൻ, അത് കഴിഞ്ഞ് ഷായിച്ചൻ, ശോശമാമ. ഇതൊക്കെയാണ് എന്നെ ആദ്യകാലങ്ങളിൽ എന്റെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് മനസ്സിലാക്കി തന്ന ആൾക്കാരാണ് അതിലെ ഷായിച്ചൻ. അത് കൂടാതെ എനിക്ക് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും എന്റെ സ്വന്തം ചങ്കായിട്ട് നിന്ന് ഞാനുണ്ട് മോനെ നിന്റെ കൂടെ, നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ പറ, അതൊക്കെ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ചാപ്പകലില്ലാതെ എന്റെ കൂടെ പല കാര്യങ്ങൾക്കും അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് അതൊന്നും മറക്കാൻ പറ്റില്ല. ഇപ്പോഴും സ്വല്പം അനാരോഗ്യം ഉണ്ടെങ്കിലും ആ മനസ്സിന്റെ ധൈര്യം വിട്ടിട്ടില്ല. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് ഈ കാര്യങ്ങളിലൊക്കെ സഹായിക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തൊക്കെ പുതുപ്പള്ളിയിലുള്ള ബലം ഇവരൊക്കെയാണ്. എല്ലാരും ഉണ്ട്, അത് കൂടാതെ ഒരു പ്രത്യേക ബലം ധൈര്യം. പിന്നെ ഉള്ളത് ബിനു, നമ്മുടെ സെക്രട്ടറി ബിനു. ഏത് കാര്യം പറഞ്ഞാലും അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇന്നാണെങ്കിലും നേരത്തെ വരികയും കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്തു തരികയും ചെയ്ത ബിനുവിനോടുള്ള പ്രത്യേകമായ നന്ദി. അതുപോലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉച്ചകഴിഞ്ഞ് ഡ്യൂട്ടി ഉള്ള, പക്ഷെ അദ്ദേഹം അത് എല്ലാം കഴിഞ്ഞിട്ട് വന്നു. അതിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ എന്റെ രണ്ട് കൂട്ടുകാരൻ, എന്റെ കൂടെ പഠിച്ച ബിജു, ഇവിടെ വന്ന മെമ്പർഷിപ്പ് എടുത്ത ബിജു, ഷിബു, ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിലെ തോട്ടക്കാട്ട് സ്കൂളിൽ പഠിച്ചവരാണ്. ഈ അന്നോട്ട് ഇന്ന് വരെ ഞങ്ങളെല്ലാം ഒന്നിച്ചാണ്, ഒരേ മനസ്സോടെ. അപ്പൊ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എടാ നിന്റെ പാർട്ടിയിൽ ഞങ്ങൾക്കൂടെ ഒരു മെമ്പർഷിപ്പ് ഉള്ളത് ഇങ്ങോട്ട് പറഞ്ഞു. എല്ലാ കാര്യത്തിലും എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ബിജുവിനും ഷിബുവിനും പ്രത്യേകമായ നന്ദി പറയുന്നു. അതുകൂടാതെ രാജേഷ്, സിന്ധു, പിന്നെ നമ്മുടെ ബാബു, കുഞ്ഞുമോള് ഞങ്ങളുടെ അയൽവക്കാരാണ്, ക്ഷണം സ്വീകരിച്ച് വന്നു. വളരെയധികം നന്ദി ബാബു, കുഞ്ഞുമോളെ കൂടെ നിന്നു. എല്ലാവർക്കും ഓരോരുത്തരോടും എനിക്ക് വിനോദിനെ എനിക്കുള്ള ഓരോ കാര്യം, എന്റെ നേരത്തെ വീഡിയോസ് ഒക്കെ ചില അത് വിനോദ് വന്നു എടുത്തൊക്കെ ഞാൻ പിന്നെ അറിയുന്നത്. പക്ഷെ അത് വിനോദിന്റെ വീഡിയോയുടെ ഒരു വ്യാപ്തി ഞാൻ മനസ്സിലാക്കിയ ആ ഒരു സംഭവത്തോടെ ഒരു വ്യാപാരവ്യവസ്ഥയുടെ ഒരു എന്താ പറയാ മാലിന്യ സംസ്കരണത്തോട് ബന്ധപ്പെട്ട് റെയ്ഡ് വന്നു ഉദ്യോഗസ്ഥർ. അപ്പം അതിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തത് ഇതാണ്. ചുരുക്കി പറഞ്ഞാല് വിനോദിന്റെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചത് UK വിളിച്ചു, മലയാളീസ്, എന്റെ കൂട്ടുകാരെ. അതുപോലെ ഓസ്ട്രേലിയ, അതുപോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ദുബായ് അടക്കമുള്ള, ചുരുക്കി പറഞ്ഞാൽ എന്നെ ഇപ്പം ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തൊക്കെ ചെല്ലും ഇങ്ങോട്ട് വന്ന് കിടക്കാരും സംസാരിക്കും, താങ്കളല്ലേ പുതുപ്പള്ളി ജിജി എന്നാൽ ഇങ്ങോട്ട്. ഇതെല്ലാം ഈ വീഡിയോ ചാനൽ വഴി എനിക്ക് കിട്ടിയ ഒരു ഇതാണ്. അന്നോട്ട് ഇന്ന് വരെ പല കാര്യങ്ങൾക്കും എന്നെ സഹായിക്കുന്ന എന്റെ വിനോദിനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. അങ്ങനെ ഓരോരുത്തരും എല്ലാവരോടുള്ള, ഞാൻ പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഞാൻ നന്ദി പറയുന്നതിനായിട്ട് ഇതിനെ മൈക്ക് കൈമാറുന്നു. ഐക്യവേളയിൽ എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കുടുംബം ഒരു സൗകര്യം ജീവിക്കാൻ ഫാമിലിക്കുള്ള നന്ദി അറിയിക്കുന്നു. ഒക്കെ നടപടികൾ അവസാനിച്ചു. ഇനിയും ചെറിയ ഭക്ഷണം കരുതിയിട്ടുണ്ട്. എല്ലാവരും അത് കഴിച്ചിട്ടേ പോകാറുള്ളൂ. സന്തോഷമായിട്ട് അത് കഴിക്കുക. എല്ലാവരോടും അത് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു.